നമ്മൾ സിനിമകളിൽ നായകന്മാർ ചില വില്ലന്മാരെ എടുത്തിട്ടിടിക്കുമ്പോൾ ഒറ്റയ്ക്ക് ചുറ്റിനും വരുന്ന 5ഉം 10ഉം വില്ലന്മാരെ ഒറ്റയ്ക്ക് നേരിടുമ്പോൾ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യാറുണ്ട്. കാരണം എന്താണ്? നമുക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ നായകൻ സിനിമാ സ്ക്രീനിൽ വന്നിട്ടാണെങ്കിൽ പോലും ചെയ്യുമ്പോൾ നമ്മൾ വല്ലാതെ ഇഷ്ടപ്പെടുകയും അങ്ങനെയാണ് ആ നായകനെ അവതരിപ്പിക്കുന്ന നടനെ നമ്മൾ അറിയാതെ ആരാധിച്ചു പോകുന്നതും അങ്ങനെയാണ് ഫാൻസ് അസോസിയേഷനിലൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമ്മൾക്ക് ചെയ്യണമെന്ന് തോന്നിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, നമുക്ക് ചെയ്യാൻ സാഹചര്യമില്ല. പക്ഷേ മറ്റൊരാൾ നമുക്ക് വേണ്ടി നമ്മൾ ആഗ്രഹിച്ചപ്പോൾ അവർ 2 കൊടുത്തെങ്കിൽ കൊള്ളാമരി എന്ന് തോന്നുന്ന സമയത്ത് നായകൻ അവർ 2 കൊടുക്കുമ്പോൾ നമുക്ക് നായകനോട് പ്രത്യേക താല്പര്യം തോന്നും. ഇവിടെ ഞാനിത് പറയാൻ കാരണം ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോസ്റ്ററുകൾ കാണുമ്പോൾ പലപ്പോഴും പലർക്കും തോന്നാറുണ്ട് ഈ ചിരിച്ച് വളിച്ചുകൊണ്ടിരിക്കുന്ന ഈ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ബോർഡുകൾ റോഡ് നീളെ യാത്രക്കിടയിൽ കാണുമ്പോൾ പലപ്പോഴും പലരും സുഹൃത്തുക്കളിരുന്ന് ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യുമ്പോൾ പറയാറുണ്ടോ, ഇത് എന്തൊരു ഗതികേടാണ്, ഇത് കണ്ട് സഹിക്കാൻ വയ്യാതെ ആയി എന്ന് പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. പലപ്പോഴും ഞാനും അത്തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുമുണ്ട്, അത് തുറന്നു പറയാമല്ലോ. പക്ഷേ നമ്മൾക്ക് അങ്ങനെ പറയാനല്ലേ പറ്റൂ. പക്ഷെ ആ ബോർഡുകൾ അങ്ങനെ വളിച്ച ചിരിയുമായിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ബോർഡുകൾ പിന്നെ ചില സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെ വന്ന് വലിച്ചു കീറുന്നത് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത ആഹ്ലാദം തോന്നും. അങ്ങനെ ഒരാളാണ് നമുക്ക് തോന്നുന്നു, കൃത്യമായിട്ട് തോന്നുന്നത്. ഇപ്പോൾ പിന്നെ തിരുവനന്തപുരത്ത് പട്ടണത്തിലൂടെ യാത്ര ചെയ്തപ്പോൾ കണ്ട ചില കാഴ്ചകൾ വളരെ സന്തോഷം നൽകുന്നതാണ്. കാരണം നമ്മൾ കുറേ കാലമായിട്ട് ഇത്തരം ബോർഡുകൾ യാത്ര മറച്ചു വെച്ചുകൊണ്ട് എവിടെ നോക്കിയാലും കുറേ പടങ്ങൾ പിന്നെ മടിയിൽ കനമുള്ളവനല്ലേ ഭയക്കേണ്ടു എന്നൊക്കെ തുടങ്ങിയ അടിക്കുറിപ്പുകളോട് എത്രയോ കാലം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്തായാലും അത് ഇപ്പോൾ ചില ഉദ്യോഗസ്ഥന്മാർ തന്നെ വന്ന് വലിച്ചു കീറുന്നത് കാണുമ്പോൾ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ തന്നെ വന്ന് വലിച്ചു കീറുന്നത് കാണുമ്പോൾ വല്ലാതെ നമ്മൾ സിനിമയിൽ നായകനെ കൈയടിക്കുന്നത് പോലെ ഈ സർക്കാർ ഉദ്യോഗസ്ഥനെ കൈയടിക്കേണ്ടി വരുന്നു. ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ വലിച്ചു കീറാൻ സാഹചര്യം ഒരുക്കിയ വേറൊരാളുണ്ട്, അയാളാണ് യഥാർത്ഥ നായകൻ. ആ നായകൻ, കാരണം നായകൻ പറഞ്ഞു വിട്ടിട്ട് ആണ് ഈ വന്ന് കീറിയവർ ചെയ്യുന്നത്. അപ്പൊ നായകന്റെ പിന്നെ അനുയായികളാണ് വന്ന് കീറുന്നത്, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരാണ്. സിനിമ നമ്മൾ കാണുന്നുണ്ടല്ലോ, നായകൻ പറഞ്ഞു വിട്ടിട്ട് പോയി തല്ലുന്ന ചില സംഘങ്ങൾ കാണാറുണ്ട്. അതുപോലെ ഒരു നായകൻ ഇവിടെയുണ്ട്, അതാണ് പിന്നെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. അദ്ദേഹം ഉറച്ച ഒരു തീരുമാനമെടുത്തപ്പോൾ നമ്മുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കിടുകിട വിറച്ചു. മുഖ്യമന്ത്രിയുടെ ബോർഡുകൾ പോലും, മന്ത്രിമാരുടെ ബോർഡുകൾ പോലും, ഫ്ലെക്സുകൾ ചറപറ വലിച്ചു കീറുന്നത്, ഉദ്യോഗസ്ഥന്മാർ വലിച്ചു കീറുന്നത്, ഉദ്യോഗസ്ഥന്മാർ നിന്ന് വലിച്ചു കീറിപ്പിക്കുന്നത് നമ്മൾക്ക് കാണേണ്ടി വന്നു. ഇതാണ് നമ്മൾ ഈ ജുഡീഷ്യറിയുടെ ശക്തി എന്ന് പറയുന്നത്. ഇതിനെ ചിലർ പിന്നെ ജുഡീഷ്യൽ ആക്ടിവിസം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കാറുണ്ട്. ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത് പലപ്പോഴും ചില നമ്മുടെ ഇന്ത്യയുടെ ഈ നിയമ സംവിധാനത്തിൽ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോഴും അതുണ്ട്. ഇപ്പോൾ ദേവൻ രാമേന്ദ്രന്റെ ഈ നടപടി ഒരുപക്ഷെ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം അതിനെ മോശമായ ഒരു അർത്ഥത്തിലല്ല ജുഡീഷ്യൽ ആക്ടിവിസത്തിനെ കാണേണ്ടത്. കൃത്യമായിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിൽ, അതായത് നിയമം നിർമ്മിക്കാൻ ഒരു കോടതിക്കോ ഒരു ജഡ്ജിക്കോ അധികാരമില്ല, അവകാശമില്ല. നിയമം നിർമ്മിക്കാനുള്ള അധികാരവും അവകാശവും നിയമസഭകൾക്കാണ്, പാർലമെന്റിനും നിയമസഭകൾക്കുമാണ്. പക്ഷേ ആ നിയമത്തിനെ നടപ്പിലാക്കുന്നുണ്ടോ, ഈ നിയമസഭയും പാർലമെന്റും പാസാക്കി നിർമ്മിച്ച നിയമം നേരെ ചൊവ്വേ നടത്തുന്നുണ്ടോ, അതിനെ നേരെ ചൊവ്വേ കൊണ്ടുപോകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും, കൊണ്ടുപോയില്ലെങ്കിൽ നേരെ ചൊവ്വേ നടത്തുന്നില്ലെങ്കിൽ ആ നിയമം ലംഘിച്ചുകൊണ്ട് ഈ നിയമം നിർമ്മിച്ചവർ തന്നെ നിയമം ലംഘിക്കുന്നെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാനും അവർക്കെതിരെ വേണ്ട ശക്തമായ നിലപാടെടുക്കാനും ഈ ജഡ്ജിമാർക്കും കോടതിക്കും അധികാരമുണ്ട്. അതാണ് ജുഡീഷ്യൽ പിന്നെ ആക്ടിവിസം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരുപക്ഷെ ജഡ്ജിമാർ രണ്ടാമത്തെ നിയമം ഉണ്ടാക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. ഒന്നാമത്തെ നിയമം ഉണ്ടാക്കുന്നത് നിയമസഭകളാണെങ്കിൽ, രണ്ടാമത് നിയമം ഉണ്ടാക്കുന്നത് ആ നിയമം നേരെ നടത്തുന്നില്ലെങ്കിൽ, ചട്ടം ലംഘിക്കുകയാണെങ്കിൽ ആ നിയമത്തെ
കർശനമാക്കി കൊണ്ടുപോകുന്ന ആ നിയമം പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു തരം നിയമനിർമ്മാണം അതാണ് ജഡ്ജിമാർ ചെയ്യുന്നത്. നമ്മൾ ദേവൻ രാമേന്ദ്രൻ പലപ്പോഴും നായകനായി കയ്യടി വാങ്ങുന്നത്, കേരളത്തിലെ ജനങ്ങളുടെ കയ്യടി വാങ്ങുന്നത് ഇത്തരം ധൈര്യമായ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ്. ഇത് വളരെ മുമ്പ് തന്നെ ദേവൻ രാമേന്ദ്രൻ ഈ ബോർഡുകളെല്ലാം റോഡിൽ നിന്നും എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഗവൺമെന്റ് മൈൻഡ് ചെയ്തില്ല. അതൊക്കെ കോടതിയിൽ രാമേന്ദ്രൻ കുറെ കാലം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണേ, അവിടെ പറഞ്ഞുകൊണ്ടിരിക്കും കേൾക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ ഇന്നസെന്റ് ഒരുതരം സ്വഭാവം പോലെ കേട്ടോ നോക്കട്ടെ കേൾക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് പോലെ പറഞ്ഞാണ് ഇരുന്നത്. പക്ഷേ അത് നടന്നില്ല. അവസാനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ വിളിച്ചു വരുത്തിയിട്ട് അവരോട് കൃത്യമായിട്ടും 18 എന്ന് പറയുന്ന ദിവസം ഉണ്ടെങ്കിൽ ആ ദിവസത്തിനകം തന്നെ ഈ ബോർഡുകൾ എല്ലാം മാറ്റിയിരിക്കണം, കേരളത്തിലെമ്പാടുമുള്ള ബോർഡുകൾ മാറ്റിയിരിക്കണമെന്ന് കർശന നിർദ്ദേശം കൊടുത്തു. അവസാനം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഷർമിള മേരി ജോസഫ് കോടതി ഉത്തരവ് അനുസരിക്കാൻ തന്നെ തയ്യാറാവുകയും സർക്കാരിനെ കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. 18-ാം തീയതിക്കകത്ത് എല്ലാം മാറ്റിയിരിക്കണമെന്ന് സർക്കാരിന് ഉത്തരവിറക്കേണ്ടി വന്നു. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം അങ്ങനെ ചെയ്തില്ല എങ്കിൽ അതാത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിമാർക്കും അതാത് കോർപ്പറേഷൻ സെക്രട്ടറിമാർക്കും എതിരെ നടപടിയെടുക്കുമെന്നും അവരുടെ കയ്യിൽ നിന്നും അതിന്റെ പിഴ ഈടാക്കുമെന്നും അവരുടെ സർവീസിനെ അത് ബാധിക്കുമെന്നുള്ള ഉത്തരവ് സർക്കാർ ഇറക്കേണ്ടി വന്നു. അങ്ങനെ ആ ഉത്തരവിന്റെ ബലത്തിൽ ധൈര്യത്തിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഗ്രാമപഞ്ചായത്തുകളിലെ സെക്രട്ടറിമാരും ഉദ്യോഗസ്ഥന്മാരും അതുപോലെ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥന്മാർ നേരിട്ടിറങ്ങി റോഡുകളിൽ ഇറങ്ങി ജീവനക്കാരെ കൊണ്ട് തന്നെ ഈ ബോർഡുകളെല്ലാം വലിച്ചു കീറി തുന്നം തുലിച്ചു കയറിയിട്ട് മുഖ്യമന്ത്രിയുടെ മോന്ത പോലും ഒരു ദാക്ഷിണ്യവുമല്ല വലിച്ചു കീറുകയും ചെയ്ത് ഈ ബോർഡുകളെല്ലാം വൃത്തിയാക്കുകയും ചെയ്ത റോഡിൽ. അതാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയുള്ള വലിച്ചുകീറൽ കണ്ടപ്പോഴാണ് കേരളത്തിലെ ജനം അറിയാതെ കൈയടിച്ചു പോയത്. ആ കൈയടി ചെന്ന് നിൽക്കുന്നത് ദേവൻ രാമചന്ദ്രന്റെ മുഖത്തിന് മുന്നിലാണ്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കും.